ജപ്പാനും ഭാരതവും തമ്മിൽ വിവിധ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനത്തിനിടെയാണ് ഇരു രാജ്യങ്ങളുടെയും നിർണായക ചുവടുവെപ്പ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ ജപ്പാനിൽ നിന്നും 10 ട്രില്യൺ യെൻ നിക്ഷേപം ഭാരതം ലക്ഷ്യമിടുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതിനായി ഇരു രാജ്യങ്ങളിലെയും ചെറുകിട ഇടത്തര സംരംഭങ്ങൾക്ക് സ്റ്റാർട്ടപ്പുകളുമായി ബന്ധപ്പെടുത്താൻ പ്രത്യേക ഊന്നൽ നൽകും. സാമ്പത്തികം, സുരക്ഷ, പരിസ്ഥിതി, സാങ്കേതികം, ആരോഗ്യം, മൊബിലിറ്റി മേഖലകൾ കേന്ദ്രീകരിച്ച് ഇതിനായി പ്രത്യേക റോഡ് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. अगले दशक के लिए एक रोड मैप बनाया है. हमारे विजन के केंद्र में इन्वेस्टमेंट, इनोवेशन, इकोनॉमिक सिक्योरिटी, एनवायरमेंट, टेक्नोलॉजी, हेल्थ, मोबिलिटी, पीपल टू पीपल एक्सचेंजेस एंड स्टेट प्रीफेक्चर पार्टनरशिप, ये प्रमुख बातें हैं. हमने अगले 10 वर्षों में जापान से भारत में 10 ट्रिलियन येन निवेश का लक्ष्य निर्धारित किया है. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ഐസൺ, ജപ്പാനുമായി ഭാരതത്തിന് വർഷങ്ങളായി മികച്ച നയതന്ത്ര ബന്ധമുണ്ട്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതോടുകൂടി കൂടുതൽ മേഖലകളിൽ സഹകരിക്കാനും നിലവിലുള്ള ബന്ധത്തെ കൂടുതൽ ഊഷ്മളപ്പെടുത്താനും സഹായിക്കുന്ന രീതിയിലുള്ള ധാരണയിലേക്കാണല്ലോ ഇപ്പോൾ ഇരു രാഷ്ട്രങ്ങളും എത്തിയിരിക്കുന്നത്. ഐസൺ, തീർച്ചയായും ഗൗതം, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കുറെ കൂടി അല്ലെങ്കിൽ വളരെയധികം ശാക്തീകരിക്കുന്നതിനുള്ളൊരു നീക്കമാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ഉണ്ടായിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനം എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജപ്പാൻ്റെ ഭാരതത്തിലുള്ള നിക്ഷേപം തന്നെയാണ്. ഭാരതത്തിൽ വരുന്ന 10 വർഷത്തിനുള്ളിൽ 10 ട്രില്യൺ യെന്നിൻ്റെ, അതായത് ജപ്പാൻ നാണയമായ യെന്നിൻ്റെ 10 ട്രില്യൺ യെന്നിൻ്റെ നിക്ഷേപം ഭാരതത്തിലുണ്ടാകുമെന്നാണ്. 10 വർഷത്തേക്ക് അതിനുവേണ്ടിയുള്ളൊരു റോഡ് മാപ്പ് തയ്യാറാക്കിയെന്നും അറിയുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സാമ്പത്തിക രംഗത്തെ സഹകരണത്തിന് സമാനമായി തന്നെ ഈ ഹരിത ഊർജ്ജ രംഗത്തും അതുപോലെ തന്നെ ഹരിത പശ്ചാത്തല വികസന രംഗത്തും ഹരിത വികസനം, അതായത് ഗ്രീൻ ഡെവലപ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധിയായ നിക്ഷേപങ്ങൾ നടത്തും. അതിനും തുല്യ പ്രാധാന്യം നൽകുമെന്നാണ് പ്രധാനമന്ത്രി അറിയിച്ചത്. മറ്റൊരു പ്രധാന ഘടകം എടുത്തു പറയേണ്ടത് അപൂർവ ധാതുക്കളുടെ വിഷയത്തിലാണ്. ഭാരതത്തിൻ്റെ അപൂർവ ധാതുക്കളുടെ വലിയ ശേഖരം കണ്ടെത്തിയതായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥിരീകരണങ്ങളെല്ലാം തന്നെ വന്നിരുന്നു. അത്തരത്തിൽ വൻതോതിലുള്ള ഈ ശേഖരം ആധുനിക ഇലക്ട്രോണിക് വ്യവസായ രംഗത്തും അതുപോലെ തന്നെ ആധുനിക ഊർജ്ജോൽപാദന രംഗത്തും കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്താവുന്ന ധാതുക്കളുടെ വലിയൊരു ശേഖരം ഭാരതത്തിനുണ്ട്. ആ ശേഖരമെല്ലാം തന്നെ കാര്യമായി സഹകരിക്കുന്ന ധാതു ശേഖരങ്ങളെല്ലാം തന്നെ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള സഹകരണം ഉറപ്പാക്കുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. ഏറ്റവും നിർണായകമായതും ഏറ്റവും സാങ്കേതിക വിദ്യാരംഗത്ത് ഏറ്റവും മുന്നോട്ട് നിൽക്കുന്നതുമായ നിർണായകമായൊരു തീരുമാനമെന്ന് പറയുന്നത് ഇന്ത്യ ജപ്പാൻ ഡിജിറ്റൽ സഹകരണ കരാർ, അതായത് 2.0 ഡിജിറ്റൽ സഹകരണ കരാർ. ആ കരാർ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇന്ത്യ ജപ്പാൻ ഡിജിറ്റൽ കോപ്പറേഷൻ എഗ്രിമെൻറ്റ്, ഡിജിറ്റൽ കോപ്പറേഷൻ മിഷൻ 2.0 എന്ന് പറയുന്ന കരാർ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. അതുപോലെ തന്നെ നിർമ്മിത ബുദ്ധി രംഗത്തും പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള കരാർ ധാരണയായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോബോട്ടിക് വ്യവസായ രംഗത്ത് വൻതോതിൽ മുന്നേറിയ ഒരു രാജ്യമാണ്. സ്വാഭാവികമായും നിർമ്മിത ബുദ്ധിയുടെ സാധ്യത ആ രാജ്യങ്ങളുമായി സഹകരിക്കുമ്പോൾ വലിയ തോതിൽ ഭാരതത്തിന് ഉണ്ടാവുമെന്നതും ഒരു വസ്തുതയാണ്. നേരത്തെ ഇന്ന് രാവിലെ നടന്ന കൂടിക്കാഴ്ചയിലും രാവിലെ നടന്ന ഒരു ബിസിനസ് മീറ്റിങ്ങിലും പ്രധാനമന്ത്രി ഇക്കാര്യം തന്നെ ഊന്നി പറയുകയും ചെയ്തു. ഭാരതം ഒരു ടാലൻറ്റ് പവർ ഹൗസാണ്, അല്ലെങ്കിൽ ബുദ്ധിശേഷിയുടെ ഒരു പവർ ഹൗസാണ് ഭാരതം. അതേസമയം ജപ്പാനാണെങ്കിൽ സാങ്കേതികവിദ്യയുടെ ഒരു പവർ ഹൗസാണ്. ഈ രണ്ട് പവർ ഹൗസുകളും ഒന്നിച്ചാൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്നുമെന്ന് രാവിലെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഭാരതത്തിൻ്റെ സാധ്യതകളും അതുപോലെ തന്നെ ജപ്പാന്റെ സാധ്യതകളും സമ്മിശ്രമാക്കി വലിയ തോതിൽ മുന്നേറാനുള്ളൊരു നീക്കമാണ് നടക്കുന്നത് എന്നാണ്. ഇപ്പോൾ ഈ ജപ്പാൻ സന്ദർശനം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ള ബന്ധത്തെ കൂടുതൽ ഊഷ്മളപ്പെടുത്താനാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത്. പക്ഷേ നാളെ അദ്ദേഹം ബീജിംഗിലേക്ക് പോകുകയാണല്ലോ. അതാണല്ലോ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉറ്റുനോക്കുന്നത്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ച് ഗാൽവൻ താഴ്വരയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ ഉണ്ടാകുന്നു. പിന്നീട് നയതന്ത്ര തലത്തിലും അല്ലാതെ സൈനിക തലത്തിലുമൊക്കെ ചൈനയ്ക്കും ഭാരതത്തിനും ഇടയിൽ വലിയ തോതിലുള്ള സംഘർഷഭരിതമായ അന്തരീക്ഷം രൂപപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു അന്തരീക്ഷം മാറുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനത്തിൻ്റെ സന്ദേശം എത്തുന്നു. ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ചൈന സന്ദർശനത്തെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്?
ഗൗതം, ചൈന സന്ദർശനം ഏറെ പ്രാധാന്യമർഹിക്കുന്നതും ഏറെ ഗൗരവമുള്ളതുമാണ് ഭാരത ചൈന ബന്ധത്തിൽ എന്നത് തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനാണ് പ്രധാനമന്ത്രി ചൈനയിലെത്തുന്നത്. ഈ എത്തിയതിന് ശേഷം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായൊക്കെ കൂടിക്കാഴ്ചകൾ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശാലമായ ചർച്ചകളാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നത് നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ ഗാൽവൻ താഴ്വരയിലെ സംഘർഷത്തിന് ശേഷം കൃത്യമായ ഒരു സൈനിക സ്റ്റാൻഡ് ഓഫ് നിലനിന്നിരുന്നത് പിൻവലിക്കുന്ന സൈന്യത്തെ അതിർത്തിയിൽ നിന്നും വലിയൊരു മേഖലയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കുകയും പട്രോളിംഗ് മാത്രമേ സേനാ പിന്മാറ്റം എന്ന സാങ്കേതിക നാമത്തിൽ അറിയപ്പെടുന്ന ആ സംവിധാനം യാഥാർത്ഥ്യമായതിനു ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്ന് പറയുമ്പോൾ ഏറെ പ്രാധാന്യം അതിനുണ്ട്. സൈനിക രംഗത്തെ ഈ ഒരു ധാരണ സാമ്പത്തിക രംഗത്തും അതുപോലെ തന്നെ മറ്റ് വികസന രംഗങ്ങളും കാര്യക്ഷമമാക്കുക എന്ന കൃത്യമായ നിലപാടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അതിനെ കുറെ കൂടി ഊർജ്ജം പകരുന്നൊരു നീക്കമാണ് ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ അധിക താരിഫുമായി ബന്ധപ്പെട്ട വിഷയം. ഭാരതത്തിന് 50% താരിഫും ചൈനയ്ക്ക് 30% താരിഫുമാണ് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇരു രാജ്യങ്ങളും വൻതോതിൽ അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന രണ്ട് രാജ്യങ്ങളുമാണ്. ഈ ഒരു സാധ്യത വളരെ വലിയ രീതിയിലുള്ള ഒരു ആഘാതം ഈ രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടാകാതിരിക്കുന്നതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ ഉൽപ്പാദന രംഗത്തും അതുപോലെ തന്നെ പരസ്പരം വിപണികൾ തുറക്കുന്നതിനുമുള്ള ധാരണയിലേക്കുള്ള പല കാര്യങ്ങളും നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം. നാളെ അദ്ദേഹം ബീജിംഗിലേക്ക് പുറപ്പെടും. ഇന്നിപ്പോൾ ജപ്പാനിൽ ഏതാണ്ട് വിവിധ വിഷയങ്ങളിൽ വിവിധ ധാരണാപത്രങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ ഭരണകൂടവും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഭാരതവും ജപ്പാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത് കൂടുതൽ ഊഷ്മളമാക്കാൻ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം വഴിവെക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത് ഐസൺ ജോസ്.